എക്സ്ക്യൂസ് മീ മിസ്റ്റർ ജീവൻ. ഇരിക്കൂ. താങ്ക്സ്. ദാ. പറഞ്ഞ എമൗണ്ട് ഉണ്ട്. മോനെ തേവള്ളി ദിനേശ, ഈ നോട്ടീസിനൊരു മറുപടി കൊടുക്കണം. അബ്യൂസ്മെന്റ് ഓഫ് വുമൺ ഇൻ എ പബ്ലിക് പ്ലേസ്, പരസ്യമായ സ്ത്രീ പീഡനം. ഇങ്ങനൊരു കേസ് എന്തിനാ വനിതാ കമ്മീഷൻ കേൾക്കുന്നത്? നേരിട്ട് കോടതി കേൾക്കട്ടെ, അതല്ലേ പ്രൊസീജിയർ. തേവള്ളി മറുപടിയിൽ അത് വ്യക്തമായി ചോദിക്കണം. ബുദ്ധിമുട്ടാണ്. അഡ്വക്കേറ്റ് മധുമിത കംപ്ലൈന്റ് ചെയ്തത് ബാർ കൗൺസിലില്ല. കൗൺസിലാണ് കോടതിയോട് കേസ് വനിതാ കമ്മീഷൻ കേൾക്കട്ടെ എന്ന് റിക്വസ്റ്റ് ചെയ്തത്. ഇതിലൊരു കെണി ഉണ്ട് കല്യാണി. ഇതുപോലൊരു കേസ് വനിതാ കമ്മീഷന് മുമ്പിലെത്തിയ തനിക്ക് ഒരു പ്രതീക്ഷയും വേണ്ട. പിന്നെ ഞാനൊന്ന് നെഗോഷിയേറ്റ് ചെയ്ത് നോക്കട്ടെ അഡ്വക്കേറ്റ് മധുമിതയുമായി ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിന്. പക്ഷെ അത് പരസ്യം മാപ്പോറേണ്ടി വരും. അത് നടക്കില്ല മോനെ തേവള്ളി ദിനേശ. വേറെ പോകാൻ വഴി ഉണ്ടെങ്കിൽ പറ. ആ ഫോട്ടോ ഞാൻ കണ്ടതാണ്. അത്രയ്ക്കൊന്നും വേണ്ട. ഒരാള് തന്നെ കയറി പിടിച്ചു എന്നൊരു പെണ്ണ് ചുമ്മാ പറഞ്ഞാൽ മതി. അറിയാലോ, ഒരു പ്ലെയിൻ കുത്തനെ പൊങ്ങിയപ്പോ ഒരു മന്ത്രിയുടെ കസേര തെറിച്ചു. പഴയ കാലമൊന്നും അല്ല കല്യാണി. യു ലൂസ് യുവർ ജോബ്. ഷുവർ. ജോബല്ല, ജീവൻ പോയാലും ഞാൻ മാപ്പ് പറയില്ല. നിനക്കതിനൊരു മറുപടി കൊടുക്കാൻ പറ്റുമോ? തൂക്കുന്ന ഉറപ്പായ ഒരു കേസിൽ ഞാൻ അപ്പിയർ ചെയ്യണോ? വേണ്ട. തേവള്ളി ദിനേശൻ ജയിക്കുന്ന കേസിൽ മാത്രം അപ്പിയർ ചെയ്താൽ മതി. കറുത്ത ഉടുപ്പിട്ടില്ലെന്നേ ഉള്ളൂ. 4-5 വർഷം നിയമം ഞാനും പഠിച്ചതല്ലേ. നോക്കട്ടെ. മറ്റൊരു മാർഗമില്ലെങ്കിൽ എനിക്കൊരു കടും കൈ ചെയ്യേണ്ടി വരും. നിന്നോടല്ല ഇഷ്ട. താനാണോ ബാബ കല്യാണി? യെസ്, അതാണ് എന്റെ പേര്. അതെന്താ ഈ കല്യാണി? ഈ കല്യാണി അല്ല മാഡം, ബി കല്യാണി. വെൻ എക്സ്പാൻഡഡ് ഇറ്റ് ബിക്കംസ് ബാബ കല്യാണി. ഓ, അഡ്വക്കേറ്റ് മധുമിത അയച്ച നോട്ടീസ് കിട്ടിയില്ലേ? കിട്ടി. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വാസ്തവമാണോ? ഞാൻ നിഷേധിക്കുന്നില്ല, വാസ്തവമാണ്. വാസ്തവാണെന്നോ? എന്തൊരു അഹങ്കാരം തനിക്ക്! എങ്കിൽ വാസ്തവമല്ല. നടന്നത് വാസ്തവമാണെന്ന് പറഞ്ഞാൽ അഹങ്കാരം, മറിച്ച് പറഞ്ഞാൽ അത് നിഷേധം. ഇതിൽ രണ്ടിലും പെടാത്ത എന്ത് മറുപടിയാണ് കമ്മീഷൻ പ്രതീക്ഷിക്കുന്നത്? മാഡം പകൽ വെളിച്ചം പോലെ ഒരു ഫോട്ടോഗ്രാഫ് തെളിവായി കയ്യിൽ വെച്ചുകൊണ്ട് വാസ്തവമാണോ എന്ന ചോദ്യം ചോദിക്കുന്നതിൽ എന്ത് പ്രസക്തി? അല്ലെങ്കിൽ അത് ഞാൻ നിഷേധിച്ചിട്ട് എന്ത് കാര്യം? മിസ്റ്റർ ബാബ കല്യാണി നിഷേധിക്കാത്ത സ്ഥിതിക്ക് മിസ് മധുവിന് എന്തെങ്കിലും പറയാനുണ്ടോ? മാപ്പ് പറയണം. ചെയ്തു പോയ തെറ്റിന് പരസ്യമായി മാപ്പ് പറയണം. അതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. നടന്ന പോലെ തന്നെ. ദയവായി എന്റെ വാക്കുകൾ ദുർവ്യാഖ്യാനിക്കപ്പെടരുത്. നിഷേധിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം തെറ്റ് സമ്മതിക്കുന്നു എന്നല്ല. പിന്നെ അവരോട് അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുള്ളത് കൊണ്ടാണ് പരസ്യമായി ഞാൻ അവരെ സ്പർശിച്ചത്. ഇറ്റ്സ് അറ്റർ നോൺസെൻസ്. അതിനുള്ള സ്വാതന്ത്ര്യമൊന്നും ഒരാൾക്കും ഞാൻ കൊടുത്തിട്ടില്ല. പരസ്യമായിട്ട് സ്ത്രീയെ കയറി പിടിച്ചിട്ട് സ്വാതന്ത്ര്യം ഉണ്ടെന്നോ? ഏതെങ്കിലും ഒരു സ്ത്രീ അല്ല മാഡം, ഞാൻ ഇവരുടെ കാര്യമാണ് പറഞ്ഞത്. പിന്നെയും താൻ എന്തൊക്കെ പിച്ചും പേ ഈ പറയുന്നേ? പിച്ചും പേയും ഒന്നുമല്ല മാഡം. ഐ എം സ്റ്റേറ്റിംഗ് എ ഫാക്ട് ആൻഡ് ഐ ക്യാൻ പ്രൂവ് ഇറ്റ്. ഐ ചാലഞ്ച് യു. പ്രൂവ് ഇറ്റ്. എന്നെ അതിന് നിർബന്ധിക്കരുത്. നിർബന്ധിക്കും. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കണം. അന്ന് കോടതി മുറ്റത്ത് വെച്ചല്ല ഞാൻ ആദ്യമായി ഇവരെ തൊട്ടത്. അതിനു മുമ്പും അവരുടെ ദേഹത്ത് ഞാൻ തൊട്ടിട്ടുണ്ട്. അവരെന്നെ തലോടിയിട്ടുണ്ട്. ഞാനും. ഞങ്ങൾ പരസ്പരം വാരി പുണർന്നിട്ടുമുണ്ട്.
ആ ഫോട്ടോസിനോടൊപ്പം ഇവരൊരു പരാതി കൂടെ ചേർത്തപ്പോൾ അത് നോട്ടീസായി, കേസായി, കമ്മീഷനായി, വിചാരണയുമായി. മൈ ഇന്റൻഷൻ വാസ് പ്യുവർ വെൻ ഐ ടച്ച്ഡ് ഇൻ ദ പ്രിമിസസ് ഓഫ് ദ കോർട്ട്. എനിക്കതിനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് നിഷേധിക്കാൻ ഇപ്പോൾ കമ്മീഷന് കഴിയില്ല, മിസ് മധുവിനും കഴിയില്ല. ബിക്കോസ് ഷീ ഈസ് മൈ ലവർ. നോ, നിങ്ങൾ പറഞ്ഞത് തിരുത്തണം. ഈസല്ല, വാസ്. അന്നുണ്ടായിരുന്നു, ഇന്നില്ല. സോറി, ഒരു തിരുത്തലിനും ഞാൻ തയ്യാറല്ല. അന്നും ഇന്നും എന്നും അതെന്നിലുണ്ടാവും. ഒരു തെറ്റിദ്ധാരണ മൂലമാണ് ഈസ് അല്ല വാസ് എന്ന് മധുവിന് പറയേണ്ടി വന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ആ ധാരണ മാറാം. ഒരു തെറ്റിദ്ധാരണയുമല്ല, ശരിയായ ധാരണയുള്ള എനിക്ക്. വർഷങ്ങളായി ഞാനും എന്റെ അച്ഛനും ആ ദുഃഖം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ഈ ജന്മം എനിക്ക് ഇനി ഈ മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയില്ല. ഇയാൾ എന്റെ ജ്യേഷ്ഠനോട് ചെയ്ത ക്രൂരത മറക്കാനും കഴിയില്ല. എനിക്കും അതാ പറയാനുള്ളത്. ഈ ജന്മം എനിക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയില്ല, മധുവിനെ മറക്കാനും കഴിയില്ല. ആ ഒരു മനോഭാവം എന്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് അന്ന് കോടതി വളപ്പിൽ വെച്ച് തന്റെ നിലയ്ക്ക് ചേരാത്ത വാക്കുകൾ ഇവരിൽ നിന്ന് വന്നപ്പോൾ ഞാൻ നിയന്ത്രിക്കാൻ ശ്രമിച്ചത്. അല്ലാതെ ഇവരുടെ പരാതി പറയുന്ന പോലെ ഇവരെ അപമാനിക്കാനോ ഇവരുടെ ശരീരത്തിനെയോ മനസ്സിനെയോ കളങ്കപ്പെടുത്താനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ലെറ്റ് മീ കൺക്ലൂഡ്. തുടക്കത്തിൽ മാഡം എന്നോട് ചോദിച്ചു ഈ കല്യാണി എന്താണെന്ന്. കല്യാണി എൻ്റെ അമ്മയാണ്. ഒരുപാട് വാത്സല്യവും സ്നേഹവും മാത്രം തന്ന എൻ്റെ അമ്മ. അമ്മയുടെ ഓർമ്മ എന്നിൽ എപ്പോഴും നിലനിൽക്കാൻ വേണ്ടിയാണ് ആ പേര് എൻ്റെ പേരിനോടൊപ്പം ഞാൻ ചേർത്തത്. സ്ത്രീ ആരാണ്, എന്താണ്, അവരോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. മറ്റെന്തൊക്കെ മറന്നാലും എൻ്റെ അമ്മ പഠിപ്പിച്ചതൊന്നും ഞാൻ മറക്കില്ല. ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം മൈ ഹാർട്ട്, മൈ സോൾ. ഒരു സ്ത്രീയെയും ഏത് സാഹചര്യത്തിലും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ കളങ്കപ്പെടുത്താനോ എനിക്ക് കഴിയില്ല. ഞാൻ പറഞ്ഞത് കമ്മീഷൻ ബോധ്യപ്പെട്ടെങ്കിൽ എന്നെ വിശ്വസിക്കാം, മറിച്ചാണെങ്കിൽ എന്നെ ശിക്ഷിക്കാം. ലെറ്റ് യുവർ വിസ്ഡം ഡിസൈഡ് ഇറ്റ്. മേ ഐ ഹാവ് ദ ഫോട്ടോഗ്രാഫ്സ് പ്ലീസ്? താങ്ക് യു. ഇത് നമ്മുടെ സ്വകാര്യമാണ്. നിർബന്ധിതനായതുകൊണ്ടാണ് ഒരു തേർഡ് പേഴ്സൺ ഇത് കാണാനിടയായത്. ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐ എം സോറി. എന്റെ ബ്രദറിന്റെ കാര്യത്തിൽ എന്തായിരുന്നു തെറ്റിദ്ധാരണ? ആ തെറ്റിദ്ധാരണ ഇനിയെങ്കിലും തിരുത്തിക്കൂടെ? എപ്പോൾ ക്രൈസിസ് ഉണ്ടായാലും സുപ്പീരിയേഴ്സിനൊരു ബലിയാടിനെ കിട്ടും മുന്നിൽ നിർത്താൻ. അത് തന്നെയാണ് ഈ തെറ്റിദ്ധാരണയ്ക്ക് കാരണം. എൻ്റെ പഴയ ബോസ് IG പശുപതിയുടെ മകൾ രാജിയെ സന്തോഷ് കോളേജിൽ വെച്ച് റാഗ് ചെയ്തതും ബോസിൻ്റെ നിർദ്ദേശം അനുസരിച്ച് സന്തോഷിനെ ഞാൻ കസ്റ്റഡിയിലെടുത്തതുമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. സന്തോഷിനെ ചോദ്യം ചെയ്ത് തെളിവെടുപ്പ് നടത്തിയപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി. രാജി നടന്ന സംഭവത്തെ കുറെ എക്സാഗ്രേറ്റ് ചെയ്തതാണ്. എങ്കിലും അവളോട് മാപ്പ് പറയാം എന്ന് സന്തോഷ് സമ്മതിച്ചു. ഇവിടുന്ന് അങ്ങോട്ടാണ് തെറ്റിദ്ധാരണയുടെ തുടക്കവും ഞാൻ ബലിയാടായതും. സന്തോഷിൻ്റെ സഹോദരി ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ്. ആ സോഫ്റ്റ് കോർണർ വെച്ച് സന്തോഷ് ചെയ്തത് ഞാൻ ലൈറ്ററായി കണ്ടുവെന്ന് സഹപ്രവർത്തകരോടൊപ്പം IG വിശ്വസിച്ചു. അവർക്കൊരു മാപ്പ് മാത്രം പോരാ, പിന്നെ നടന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. അടികൊണ്ട് റോഡിൽ കിടന്ന സന്തോഷിനെ ആരോ ഹോസ്പിറ്റലിൽ എത്തിച്ച വിവരം നാട്ടുകാരോടൊപ്പമാണ് ഞാനും അറിയുന്നത്. IG നിർദ്ദേശമനുസരിച്ച് മറ്റുള്ള ഉദ്യോഗസ്ഥർ അവനെ മർദ്ദിച്ചതാണോ, രാജിയുടെ സഹോദരനും കൂട്ടുകാരും ചേർന്ന് അത് ചെയ്തതാണോ,
എനിക്കറിയില്ല. ഞാൻ പറഞ്ഞതൊന്നും തെളിയിക്കാൻ എൻ്റെ പക്കലൊന്നുമില്ല. ഞാനത് ചെയ്തതെന്ന് എല്ലാവരെയും പോലെ നിങ്ങളും തെറ്റിദ്ധരിച്ചു. എന്തുകൊണ്ട് ഇതൊന്നും അന്ന് തന്നെ പറഞ്ഞില്ല? എന്തുകൊണ്ട് മധു എന്നോട് അത് ചോദിച്ചില്ല? എല്ലാവരും കൂടെ എന്നെ ശത്രുവായി പ്രഖ്യാപിച്ചില്ലേ? ഞാൻ എത്ര ശ്രമിച്ചിട്ടും എന്നെ കാണാൻ കൂട്ടാക്കിയോ? എന്നോട് സ്നേഹമൊക്കെയാണ് അദ്ദേഹത്തിന്. പക്ഷേ ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. മധു തെറ്റിദ്ധരിച്ചതിന് പിന്നിലും അതല്ലേ കാരണം? സന്തോഷ് ഈസ് മോർ ദാൻ മീ ടു യു. സോ യു ബിലീവ്ഡ് ഇറ്റ്.